അസ്സലാമലൈക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളികളോടും എൻ്റെ ഈ ഹലാ കുവൈത്ത് പ്രോഗ്രാമിലേക്ക് എൻ്റെ സ്വാഗതം. ഇത് വലിയൊരു ചാൻസാണ് നമുക്ക് കിട്ടിയത്. മലയാളത്തിൽ കുവൈത്ത് നാഷണൽ ഒരു ചാനലിൽ നമുക്ക് മലയാളത്തിൽ കൊറോണ വൈറസിനെ പറ്റി ലേറ്റസ്റ്റ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഓരോരു വാർത്ത, എന്താണ് ഗവൺമെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ പറയാൻ കിട്ടിയ വലിയൊരു ചാൻസാണ്. അപ്പോൾ നമ്മൾ ഈ ചാൻസ് നമുക്ക് മാത്രം വേണ്ടിയിട്ടല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മളെ ചുറ്റുകൂട്ടത്തിൽ വേറെ ആരെങ്കിലും മലയാളം സംസാരിക്കാത്ത വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഓരോരോ ഇൻഫർമേഷനും ഇൻസ്ട്രക്ഷനും നമ്മൾ അവർക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ അടുത്തുനിന്നും. അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് ഇപ്പം പറയാനുള്ളത് ഫസ്റ്റിൽ. പിന്നെ നമുക്ക് തുടങ്ങാം. ഇതുവരെ കുവൈറ്റിൽ കൊറോണ വൈറസ് കുടുങ്ങിയ വന്ന കേസസ് 112 ആളാണ്. ഈ 112 ആളുടെ നിന്നും 9 ആൾക്ക് അൽഹംദുലില്ലാ ഷിഫായി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മാറിക്കഴിഞ്ഞു. പക്ഷേ ഈ 112 നിന്നും 4 കേസസ് സീരിയസ് ആണ്. ഒരു ICUലാണ്. പക്ഷെ ഓൾക്ക് ഓൾറെഡി കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. പിന്നെ വേറെ അസുഖങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും പ്രാർത്ഥന ഇൻഷാല്ലാ അവർക്ക് അടുത്ത് മാറട്ടെ എന്ന് വിചാരിക്കണം. രണ്ടാമത്തെ, ഞാൻ എൻ്റെ വൈറലായ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചതാണ് ഫുഡിനെ പറ്റിയിട്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഫുഡിനെ പറ്റി ഒരിക്കലും ആലോചിക്കേണ്ട, ഒരു വിഷമം ഉണ്ടാവേണ്ട, ഒരു ബേജാറും ഉണ്ടാവേണ്ട. അൽഹംദുലില്ലാ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു 6 മാസം മുമ്പോട്ടേക്കുള്ള ഭക്ഷണം ഓൾറെഡി ഇവിടുത്തെ സ്റ്റോറേജിലുണ്ട്. 1990 ഇവിടെ യുദ്ധം ഉണ്ടായപ്പോൾ ഇറാഖിനായിട്ട് 7 മാസം കഴിഞ്ഞു യുദ്ധം. 1990 ഓഗസ്റ്റ് തൊട്ടിട്ട് പിന്നെ 1991 ഫെബ്രുവരി ലാസ്റ്റ് വരെ ഇവിടെ യുദ്ധം. ഫ്ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ നമുക്ക് ഇവിടെ ഭക്ഷണത്തിൻ്റെ ഒരു കുറവും ഇല്ലേനു. അപ്പോൾ ഈ ചെറിയൊരു വൈറസ് ഇപ്പോൾ വന്നെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു പേടി മനസ്സിൽ കുടുങ്ങരുത്. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ ചുറ്റുകൂട്ടത്തിലുള്ള ആൾക്കാരോട് എല്ലാവരോടും ഇത് പറഞ്ഞ് സമാധാനിപ്പിക്കണം. കൂടുതൽ ഫുഡ് വാങ്ങിയിട്ട് വീട്ടിൽ വെച്ച് സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഫെബ്രുവരി 27 തൊട്ടിട്ട് ഇന്ത്യയിൽ നിന്നും കുവൈറ്റിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു മസ്റ്റാണ് 14 ഡേയ്സിന് 14 ദിവസം വീട്ടിൽ ഇരിക്കണം എന്നുള്ള. വീട്ടിൽ ഇരിക്കണം 14 ദിവസം. എന്നിട്ട് വേറെ ഒരു ചെക്കപ്പ് ഉണ്ട്, അത് നിങ്ങളെ ക്ലിനിക്കിൽ പോയിട്ട് ആ ചെക്കപ്പ് നടത്തുക. അതൊരു മസ്റ്റാണ്. പിന്നെ മാസ്കിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാം. ഇപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ ഫേസ് മാസ്ക് ഇട്ടിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. മാസ്ക് ഉപയോഗിക്കേണ്ടത് 2 കേസിലാണ്. ഫസ്റ്റ്, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ, ചുമ, ജലദോഷം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ ആ മാസ്ക് ഇട്ട് പുറത്തേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അസുഖമുള്ള ആളായിട്ട് നമ്മൾ പെരുമാറ്റുകയാണെങ്കിൽ ആ മാസ്ക് ഇടേണ്ടത് ഒരു മസ്റ്റാണ്. അപ്പോൾ ഈ 2 കേസിന് മാത്രം നമ്മൾ ഫേസ് മാസ്ക് ഇട്ടാൽ മതി, മുഖം പൊത്തിയാൽ മതി. അല്ലെങ്കിൽ വേറെ മാസ്ക് 24 മണിക്കൂർ മാസ്ക് ഇട്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഈ സമയത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സ് സമാധാനിപ്പിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, ഗവൺമെൻറ് പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുക. പിന്നെ ലോകം മൊത്തമുള്ള ഓരോരോ ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ. കൈ കഴുകണം, ഒരു 20 to 30 സെക്കൻഡ്സ് കൈ വാഷ് ചെയ്യണം. അതൊക്കെയാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടത്. എല്ലാവരും വൃത്തിയുള്ള ആൾക്കാരാണ്, പക്ഷേ ഈ സമയത്ത് നമ്മൾ കുറച്ച് വൃത്തിയാസ്തിയായിട്ട് കാണിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ സേഫായിട്ട് ഒന്ന് വീട്ടിൽ നിൽക്കണം. കൂടുതൽ ആൾക്കാരുള്ള സ്ഥലത്തേക്കൊന്നും പോകാൻ പാടില്ല. ഓൾറെഡി ഇവിടെ കുറേ നിയമങ്ങൾ ഇപ്പോൾ വന്ന് 5 നേരത്തെ നിസ്കാരം പള്ളിയിൽ നിർത്തി. ജുമാ നിസ്കാരം 2 ദിവസം മുന്നേ ജുമാ നിസ്കാരം വരെ നിർത്തി. എന്തിനാണ് ഗവൺമെൻറ് ഇതൊക്കെ ചെയ്യണേ? കൂടുതൽ ആൾക്കാർ ഒരു സ്ഥലത്ത് ഉണ്ടാവാതെക്കാൻ വേണ്ടിയിട്ട്, കൂടുതലായിട്ട് ഈ വൈറസ് സ്പ്രെഡ് ആവാതെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ രാത്രി വേറെ പുതിയ നിയമങ്ങളൊക്കെ വന്ന് ലേഡീസ് സലൂണ്, പിന്നെ ജെൻസിൻ്റെ ബാർബർ ഷാപ്പ്, ഷോപ്പിംഗ് മാൾസ് അതൊക്കെ അടിച്ച് ഓൾമോസ്റ്റ് നെക്സ്റ്റ് 2 ആഴ്ചത്തേക്ക് പൂട്ടിക്കണ്. അപ്പോൾ അങ്ങനത്തെ കൂടുതൽ ആൾക്കാരുള്ള സ്ഥലത്തേക്കൊന്നും ഇപ്പോൾ പോവാനേ പറ്റൂല. പിന്നെ സൂപ്പർ മാർക്കറ്റും ജൊമയെ ഹൈപ്പർ മാർക്കറ്റിനൊക്കെ പറ്റിയിട്ട് ഇത് 24 മണിക്കൂർ ആദ്യം 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഓരോരോ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആ വർക്ക് അവേഴ്സ് ഉണ്ടാവും.
അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഈ കൊറോണ വൈറസ് ഉണ്ടായതിനെ കൊണ്ട് ഇത് എന്തെങ്കിലും അടിക്കുകയോ അല്ലെ നമുക്ക് പോയാൽ കിട്ടൂല അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. ഇതൊന്നും അടിക്കില്ല. നമുക്ക് ഫുഡും നമ്മളെ വീട്ടിലേക്കുള്ള ഓരോരോ ആവശ്യങ്ങൾ കിട്ടുന്ന ഓരോരോ സ്ഥലം ഉണ്ടാവും. അത് നമുക്ക് വേണ്ടിയ സമയത്ത് ആ സ്ഥലമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ആ കാര്യത്തിനെ പറ്റി പേടിക്കേണ്ട. പിന്നെ ഇപ്പോൾ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, കൊറോണ വൈറസ് ഇപ്പോൾ ഒരു സ്പീഡായിട്ട് ലോകം മൊത്തം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാമിൽ ഞാൻ കുറേ നല്ല ഇൻഫോർമേഷനും പറഞ്ഞിരിക്കുന്നത്, നല്ല ഓരോരോ ഇൻസ്ട്രക്ഷനും, പിന്നെ ലേറ്റസ്റ്റ് ഗവൺമെൻറ് പറഞ്ഞ ഓരോരോ അല്ലെങ്കിൽ ഇറക്കിയ ഓരോരോ നിയമങ്ങൾ. ഈ കൊറോണ വൈറസ് എല്ലായിടത്തും സ്പ്രെഡ് ആവുന്നതിനെക്കാട്ടിയും കൂടുതൽ സ്പീഡിൽ നമുക്ക് ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൽ ഞാനിപ്പോൾ പറഞ്ഞത് നമുക്ക് കൊറോണ വൈറസിനെക്കാട്ടിയും കൂടുതൽ സ്പീഡിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യണം. കാര്യമായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇതിൽ പറഞ്ഞത് മൊത്തം നിങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാവരോടും ഇത് പറഞ്ഞ് സമാധാനിപ്പിക്കുക. അത് നിങ്ങളൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ മലയാളം സംസാരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് എന്തായാലും ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരെ സമാധാനിപ്പിക്കുക. ഈ വാക്കുകൾ പറഞ്ഞ് ഞാനിത് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത് കാണാം. അസ്സലാമു അലൈക്കും.